മകനെ മാപ്പെന്ന് പറഞ്ഞൊരു നാട് മുഴുവൻ നെഞ്ചത്തടിച്ച് വിലപിക്കുന്നുണ്ട്. ഒടിഞ്ഞ രണ്ട് കൈയിലും പ്ലാസ്റ്റർ ഇട്ട് ആ കുരുന്നിരിക്കുന്ന കാഴ്ച മനസാക്ഷിയുള്ളവരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിൻ്റെ കൈ എങ്ങനെയാണ് ഒടിഞ്ഞതെന്ന് അറിയാമോ? ആഹാരം കഴിക്കാത്തതിൻ്റെ ദേഷ്യത്തിന് അയാൾ കുഞ്ഞിനെ ചവിട്ടിയതാണ്. വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. പിന്നീട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ചികിത്സ നൽകിയത്. കൊലപാതകത്തിന് 3 ആഴ്ച മുൻപ് മുതൽ തുടർച്ചയായി കുട്ടിയെ അമ്മയുടെ കാമുകൻ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതാണ് പോലീസ് കണ്ടെത്തൽ. അതിനിടെ അന്വേഷണത്തിൻ്റെ ചുമതല നെടുമങ്ങാട് ഡിവൈഎസ്പിക്ക് കൈമാറി. ക്രൂരപീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനാണ് ബാഹ്യ ശരീരത്തിൽ മാത്രം 52 മാരക മുറിവുകളുള്ളതായി കണ്ടെത്തിയത്. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കി. തലയോട്ടിക്കുള്ളിൽ പലയിടത്തായി 5 മാരക മുറിവുകളുള്ളതായാണ് കണ്ടെത്തൽ. കൃത്യത്തിൽ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ തനിച്ചാണോ പങ്കാളിയായതെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പ് കൂടി ചുമത്തി. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് നെടുമങ്ങാട് ഡിവൈഎസ്പി നേതൃത്വം നൽകും. മരണം സംഭവിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് മുതൽ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നതായി വൈദ്യപരിശോധനയിൽ തെളിവ് ലഭിച്ചു. മകന്റെയും കൊച്ചുമകന്റെയും മരണത്തിന് ഉത്തരവാദികളായ അഷ്കറിനും അഖിലയ്ക്കും പരമാവധി ശിക്ഷ വാങ്ങി നൽകുകയാണ് ഇനി ഏക ലക്ഷ്യമെന്ന് 1.5 വയസ്സുകാരന്റെ മുത്തച്ഛൻ സുനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. 2 മക്കൾ മരണപ്പെട്ടു. പിന്നെ ജീവിതത്തിൽ ഒരു ആശയം ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ കുഞ്ഞെങ്കിലും നമുക്കുണ്ട്. അവന് വേണ്ടി അങ്ങനെ ഒരു ആശയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അപ്പം അത് ആ പ്രതീക്ഷയും കെട്ടടങ്ങി. ഇനിയുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊല്ലാനുള്ള ഒരു വിധിയെ കാത്താണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. കുറ്റകൃത്യം നടത്തിയത് പ്രതി തനിച്ചാണോ എന്നറിയാൻ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ വിശദമായ പരിശോധന നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.